എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി, യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്നതാണ് 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള വൂൾഫ് സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള വൂൾഫ് സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജൈനേന്ദ്ര ജെയിൻ. ജൈനേന്ദ്ര ജെയിനാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള വൂൾഫ് സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ. 2026 എർത്ത് സമ്മിറ്റിൽ വെച്ച് സ്റ്റോക്ക്ഹോമിലെ ഗ്ലോബൽ ഗ്രീൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? 2026 എർത്ത് സമ്മിറ്റിൽ വെച്ച് സ്റ്റോക്ക്ഹോമിലെ ഗ്ലോബൽ ഗ്രീൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുനിത നരൈൻ. സുനിത നരൈനാണ് 2026 എർത്ത് സമ്മിറ്റിൽ വെച്ച് സ്റ്റോക്ക്ഹോമിലെ ഗ്ലോബൽ ഗ്രീൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക. 2026-27 സാമ്പത്തിക വർഷത്തെ കേരള സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? 2026-27 സാമ്പത്തിക വർഷത്തെ കേരള സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വി ഡി സതീശൻ. വി ഡി സതീശനാണ് 2026-27 സാമ്പത്തിക വർഷത്തെ കേരള സർക്കാരിന്റെ പുതുക്കിയ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സുബൻസിരി. സുബൻസിരിയിലാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്ക് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ കടന്നലിന്റെ പുതിയ ഇനം ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ കടന്നലിന്റെ പുതിയ ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സ്പൈലോമെന മലബാരിക്ക. സ്പൈലോമെന മലബാരിക്കയാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ കടന്നലിന്റെ പുതിയ ഇനം. 2027 US വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയത് ഏത് സ്ഥാപനമാണ്? 2027 US വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയത് ഏത് സ്ഥാപനമാണ്? ആൻസർ ഓപ്ഷൻ ബി, IIT ഡൽഹി. IIT ഡൽഹിയാണ് 2027 US വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയ സ്ഥാപനം. 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. 2026-27 സംസ്ഥാന ബജറ്റ് പ്രകാരം ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം എവിടെയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? 2026-27 സംസ്ഥാന ബജറ്റ് പ്രകാരം ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം എവിടെയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, കൊച്ചി. കൊച്ചിയിലാണ് 2026-27 സംസ്ഥാന ബജറ്റ് പ്രകാരം ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ പുതിയ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്?
പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ പുതിയ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ പുതിയ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ജില്ല. 2026-27 കേരള ബജറ്റിൽ തുറമുഖ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? 2026-27 കേരള ബജറ്റിൽ തുറമുഖ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ മിഷൻ സമുദ്ര. മിഷൻ സമുദ്രയാണ് 2026-27 കേരള ബഡ്ജറ്റിൽ തുറമുഖാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേര്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 ആരുടെ ചരമദിനമാണ്? കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 ആരുടെ ചരമദിനമാണ്? ആൻസർ ഓപ്ഷൻ ബി PN പണിക്കർ. PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകളെ നേരിടുന്നതിനായി 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകളെ നേരിടുന്നതിനായി 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകളെ നേരിടുന്നതിനായി 2026-27 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. 2026-27 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കുന്നത്? 2026-27 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വയനാട്. വയനാടാണ് 2026-27 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന 2026 പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് എന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യൻ വ്യോമസേന 2026 പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് എന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഇന്ത്യൻ വ്യോമസേന 2026 പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് എന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി സൈബൽ ചതോപാധ്യായ. സൈബൽ ചതോപാധ്യായയാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത്. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തുവിട്ട 2026 എനർജി ട്രാൻസിഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തുവിട്ട 2026 എനർജി ട്രാൻസിഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ എ 70. 70ാം സ്ഥാനമാണ് വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തുവിട്ട 2026 എനർജി ട്രാൻസിഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മഞ്ചേരി. മഞ്ചേരിയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണി ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ UDF. UDF ആണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണി. 2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിന്റെ പേര് എന്താണ്? 2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി പ്രോജക്റ്റ് ഫ്രീഡം. പ്രോജക്റ്റ് ഫ്രീഡമാണ് 2026 മെയ്യിൽ ഹോർമോസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിന്റെ പേര്.
2026 വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? 2026 വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ പാത്ത് ഫൈൻഡർ ആണ് 2026 വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ ഉപഗ്രഹത്തിന്റെ പേര്. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി വിശാഖപട്ടണത്താണ് 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എയിംസ്. ന്യൂഡൽഹിയിലെ എയിംസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെ എത്ര വനിതകളാണ് വിജയിച്ചത്? 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെ എത്ര വനിതകളാണ് വിജയിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 11 വനിതകളാണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത്.